ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീമിയും ആയിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു അരക്കപ്പ് 3/4 കപ്പോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിലോട്ടൊക്കെ ഈ പൊടികളൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നിട്ടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇരുന്ന സമയത്ത് ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വരും, പിന്നെ അത് വറ്റിച്ചെടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ സ്കിപ്പായിപ്പോയി. ഇപ്പം ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ 1-2 പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ചേർത്തിട്ടുള്ളത് തക്കാളിയാണ്. ഒരു തക്കാളിയുടെ പകുതി, അതിനുള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പുറം ഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് കൂടി ചേർത്ത ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒരുപാട് നേരം കുക്ക് ചെയ്ത് നന്നായിട്ട് വെന്തുടയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രീമി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൈദ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ മൈദയും ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കൂടി മൊത്തത്തിൽ 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്രീമി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി മൈദ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതൊന്ന് തിക്കായി കിട്ടും. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനുള്ള ദോശ റെഡിയാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടയുടെ മിക്സിയിൽ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസായിട്ടുള്ള ഒരു ദോശയുടെ ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കുക. മല്ലിയില ചേർക്കുന്ന സമയത്ത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഒരു പാൻ നന്നായിട്ട് ചൂടായി എടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഒരു ദോശ റെഡിയാക്കി എടുക്കാം. ദോശ റെഡിയാക്കുന്ന സമയത്ത് ഒത്തിരി കട്ടിയിലും തീരെ നൈസായിട്ടും ചെയ്തെടുക്കരുത്, ഒരു മീഡിയം തിക്നെസ്സിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മറിച്ചിട്ടിട്ട് അതിന് മറ്റേ വശം കുക്ക് ചെയ്തെടുക്കേണ്ട, ഒരു വശം മാത്രമേ നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതൊരു പ്ലേറ്റിലോട്ട് ഇട്ട ശേഷം അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല വെച്ചിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും
ദോശ ചുട്ടിട്ട് അതിൽ നമ്മുടെ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് വേറെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് ഒട്ടി കിട്ടും. അല്ലെങ്കിൽ കുറച്ച് മൈദ കലക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടി വരും. ചൂടോടെ ചെയ്യുകയാണെങ്കിൽ അത് അപ്പം തന്നെ ഒട്ടി കിട്ടും. അങ്ങനെ തന്നെ ഞാനിവിടെ മുഴുവനും ദോശ റെഡിയാക്കി അതിൽ മസാല വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലാസ്റ്റ് ഒന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്നാക്ക് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ചയോളം നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല ചൂടായ ഓയിലോട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് വല്ലാതെ എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നല്ല സിമ്പിളും നല്ല ക്രീമി ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റമദാനിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ മുന്നേ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരും ആവശ്യമുള്ളവരും ഒന്ന് കണ്ടു നോക്കുക.